അറബി മാന്ത്രികത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഞാനിന്നിവിടെ പ്രതിപാദിക്കുന്നതായ വിഷയം ഈ തത്സമാത്തിൻ്റെ രീതിയിൽ ആളുകൾക്കുണ്ടായ അനുഭവങ്ങളും അവരിൽ ഉണ്ടായ മാറ്റങ്ങളെക്കുറിച്ചുമാണ്. വർഷങ്ങളായിട്ട് തത്സമാത്തിൻ്റെതായ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നിരവധിയായ ആളുകൾ ഇതിൻ്റെ ഗുണഫലം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൽ ഒരുപാട് അനുഭവങ്ങൾ ഇതിലുണ്ടായിട്ടുണ്ട്. അതിൽ നാട്ടിലൊന്നുമില്ലാത്ത അവസ്ഥയിൽ കിടന്നിട്ട് എൻ്റെ വാക്ക് വിശ്വസിച്ച് വിദേശത്ത് പോയിട്ട് നല്ല ജോലിയും കാര്യങ്ങളും ഒക്കെ നേടി സമ്പത്തുണ്ടാക്കിയ പല കുടുംബങ്ങളും ഉണ്ട്. അതുപോലെ തന്നെ ആത്മഹത്യ മാത്രം മുമ്പിൽ വഴിയായിട്ട് അവസാന നിമിഷം വിളിച്ച് അവർക്ക് ആശ്വാസം കൊടുത്തിട്ട് അവരും ജീവിതത്തിലേക്ക് മുന്നോട്ട് ജീവിക്കുകയും ഒരുപാട് മാറ്റങ്ങൾ വന്ന് അവർ തന്നെ പറയാറുണ്ട്, ഉസ്താദേ അന്ന് വിളിച്ചില്ലായിരുന്നെങ്കിൽ ഞങ്ങളെല്ലാം ഇന്ന് മണ്ണിലായി പോയിട്ടുണ്ടാവുമെന്ന്. അപ്പം ഇതിലെല്ലാം ഇവർക്കെല്ലാം വേണ്ടതായ കർമ്മങ്ങളും കാര്യങ്ങളും ചെയ്തു കൊടുത്തുകൊണ്ട് പലവിധ പ്രതിസന്ധിയിൽ ആയിരിക്കുന്ന ആളുകളെ സാധാരണ ജീവിതത്തിലേക്ക് നയിക്കുവാൻ നമ്മുടെ കർമ്മങ്ങൾക്ക് സാധിച്ചു എന്നുള്ളത് വളരെ സന്തോഷകരമായൊരു കാര്യമായിട്ടാണ് തോന്നുന്നത്. ഞാൻ മുൻപ് ചെയ്ത വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, എന്ത് കാര്യങ്ങൾ ചെയ്യണമെങ്കിലും അതിൻ്റെ കർമ്മദ്രവ്യങ്ങൾ വാങ്ങിത്തരണം. കർമ്മദ്രവ്യങ്ങൾ വാങ്ങിത്തരുന്നതിന് മുമ്പ് അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ തന്ന് അതിൻ്റെ കണക്കുകളും കാര്യങ്ങളും നോക്കി അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടത്. എന്നെ വിളിക്കുന്ന ആളുകളെന്ന് പറയുന്നത് ജീവിതത്തിൽ സിഹറുകൾ കൊണ്ട് നിറഞ്ഞ് നിരാശയിലാണ്ട് ജീവിതം എങ്ങോട്ട് കൊണ്ടുപോകണമെന്നറിയാത്ത അവസ്ഥയിൽ പ്രയാസപ്പെടുന്ന ആളുകളാണ് വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെ വ്യക്തമായിട്ട് അവരുടെ കാര്യങ്ങൾ നമുക്ക് പഠിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ആദ്യമായിട്ട് അവരുടെ ഡീറ്റെയിൽസ് ചോദിക്കുന്നത്. അത് വാട്സപ്പിൽ അയക്കാൻ പറയുന്നത്. അത് നോക്കി അവർക്ക് എന്താണ് പ്രതിവിധി വേണ്ടത് അത് നിർദ്ദേശിക്കുകയും അതിന് പ്രകാരം അവരത് ചെയ്യുകയും ചെയ്യുമ്പോൾ അവരിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അത് പ്രണയമായാലും സാമ്പത്തിക ബുദ്ധിമുട്ടായാലും ജോലി പ്രശ്നമായാലും നമ്മുടെ തൊഴിൽ സ്ഥലത്തെ വിഷയങ്ങളായാലും ബിസിനസ് പ്രശ്നങ്ങളായാലും എന്തും ആയിക്കോട്ടെ, ഇതൊക്കെ നമുക്ക് ഇതിലൂടെ പരിഹരിച്ചെടുക്കാൻ സാധിക്കും. അപ്പം ഇതിൻ്റെ 10-30 വർഷക്കാലമായിട്ടുള്ള അനുഭവം വെച്ചിട്ട് ഉള്ള ഓരോ ആളുകളുടെയും ജീവിതത്തിലുള്ള അനുഭവങ്ങൾ വെച്ചിട്ട് ആളുകൾക്ക് ഇതിൽ നിന്ന് കൃത്യമായ ഗുണഫലം ഉണ്ടാകുന്നു എന്ന് എനിക്ക് ഉറപ്പുവരുത്താൻ കഴിയുന്നുണ്ട്. ചില ആളുകളോടൊക്കെ ഞാൻ പറഞ്ഞു, ഇനി ഇവിടം കൊണ്ട് നിർത്ത്, നിങ്ങൾ സ്വന്തമായിട്ട് പരിശ്രമിക്കുക. അതിനവർക്ക് താല്പര്യമില്ല. അതിൽ ഡോക്ടർമാരുണ്ട്, എഞ്ചിനീയർമാരുണ്ട്, അതുപോലെ തന്നെ സമൂഹത്തിലെ ഉയർന്ന നിലയിലുള്ള എല്ലാ വ്യക്തിത്വങ്ങളും അതിലുണ്ട്. അവരാക്കി മാറ്റിയത് ഞാനാണെന്നുള്ളൊരു തെറ്റായ വിശ്വാസമാണെന്ന് എനിക്ക് പറയാനുള്ളൂ. തെറ്റായ വിശ്വാസമെന്നേ പറയുള്ളൂ. അവരുടെ പരിശ്രമം കൊണ്ടാണ് അവരായി തീർന്നതെന്നുള്ളത് സത്യമാണ്. നമ്മൾ കർമ്മങ്ങൾ കൊണ്ട് അനുകൂലതകൾ മാത്രമേ കൊടുക്കുന്നുള്ളൂ. അവരുടെ പ്രതികൂലതയിൽ അവർക്ക് അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അവർ ക്രിയാത്മകമാകുന്നതുകൊണ്ട് അവരുടെ സിഹറിൻ്റെ അളവ് കുറഞ്ഞിട്ട് അവർ ക്രിയാത്മകമാകുന്നതുകൊണ്ട് അവർക്ക് റിസൾട്ട് ഉണ്ടാകുന്നു എന്നുള്ളത് സത്യമാണ്. കാരണം ഞാൻ എല്ലാവരോടും പറയാറുണ്ട്, എന്നെ വിളിക്കുന്ന ആളുകളുടെ ഏറിയ പങ്കും നെഗറ്റീവ് ഊർജത്തിലുള്ളവരായിരിക്കും. ഊർജ നിലയിലുള്ള മാറ്റമാണ് കർമ്മം തരുന്ന ഏറ്റവും വലിയ കാര്യം. ഊർജ നിലയിൽ മാറ്റം വന്നൊരു വ്യക്തി ക്രിയാത്മകമാകുമെങ്കിൽ തീർച്ചയായും ആ വ്യക്തിയിൽ മാറ്റങ്ങൾ ഉണ്ടാവും. ഒരു വ്യക്തി പ്രവർത്തിക്കാതെ അവൻ്റെ വിഷയങ്ങൾക്ക് പരിഹാരമുണ്ടാകുന്നില്ല. കുറേ പണം വാങ്ങി വെച്ചിട്ട് എല്ലാം ശരിയായിക്കൊള്ളും എന്ന് പറയുന്നതല്ല അതിൻ്റെ ശരി.
അവനവൻ്റെ വിഷയത്തിൻ്റെ പരിഹാരം അവനവൻ തന്നെയാണ്. പക്ഷെ അതിനനുകൂലമായ കുറേ സാഹചര്യങ്ങൾ നമ്മൾ അവർക്ക് ഉണ്ടാക്കി കൊടുക്കണം. അതാണ് കർമ്മങ്ങളിലൂടെ നടക്കുന്നത്. പ്രശ്നങ്ങളില്ലാത്ത ആരും ഈ ലോകത്തില്ല. ഒരു പ്രശ്നം തീരുമ്പോൾ അടുത്ത പ്രശ്നം വരും. അപ്പോൾ പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് ഒരിക്കലും മോചിതരാകാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ ഊർജ്ജ നിലയിൽ മാറ്റം വന്നാൽ ഒരുപാട് പ്രശ്നങ്ങളെ നമുക്ക് സ്വയം നേരിടാൻ കഴിയും. നമ്മൾ പോസിറ്റീവ് ഊർജ്ജത്തിലാണെങ്കിൽ വരുന്നത് എന്താണെന്ന് വെച്ചാൽ വരട്ടെ, ഞാനതിനെ ഫേസ് ചെയ്ത് കൊള്ളാം എന്ന് നമുക്ക് നമ്മുടെ മനസ്സ് തന്നെ പറയും. നമുക്കതിന് കഴിയാതെ വരുന്ന സാഹചര്യത്തിൽ നമ്മൾ കർമ്മങ്ങളെ ആശ്രയിക്കുക, അത് കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യുകയും അതിലൂടെ അതിൻ്റെ ഗുണഫലം ഉപയോഗപ്പെടുത്തുകയും ചെയ്യുക. കർമ്മങ്ങളിലൂടെ ഒരു വ്യക്തിക്ക് നല്ല വരുമാനവും മാർഗങ്ങളും ഉണ്ടായിക്കഴിഞ്ഞാൽ ആ വ്യക്തി പണം കൈകാര്യം ചെയ്യുന്ന പിന്നെ ശ്രദ്ധിച്ചു വേണം, പിന്നൊരു കടത്തിലേക്ക് പോകാൻ ഇടവരരുത്. ഇതുപോലെയാണ് ഓരോ കാര്യങ്ങളും. കുടുംബ പ്രശ്നങ്ങളായാലും ഭാര്യയും ഭർത്താവും പിരിഞ്ഞു പോയി, കർമ്മങ്ങളിലൂടെ അവരൊന്നിച്ചു ചേർന്ന് കഴിഞ്ഞാൽ പിന്നൊരു പിരിച്ചിൽ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. അതവർ ശ്രദ്ധിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. അപ്പം ഇതിനെല്ലാം ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ കർമ്മങ്ങൾ തരുന്ന അനുകൂല ഫലങ്ങൾ മാത്രമാണ്. ഇതിനെ കൃത്യമായിട്ട് പ്രയോജനപ്പെടുത്തേണ്ടത് നിങ്ങളുടെ ഓരോരുത്തരുടെയും ആവശ്യവുമാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇത് ലൈക്ക് ചെയ്യുക, അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ അറിയിക്കുക. താല്പര്യമുള്ളവർ ഫോണിൽ വിളിച്ച് നിങ്ങളുടെ വിഷയങ്ങൾ സംസാരിക്കാവുന്നതാണ്. നന്ദി, നമസ്കാരം.